മേക്കപ്പ് ഇഷ്ടമില്ലാത്തവരായി ആരും ഉണ്ടാകില്ല. അപ്പോൾ ഈ മേക്കപ്പിന്റെ കഥയൊന്നറിയാൻ എല്ലാവർക്കും താല്പര്യമുണ്ടാകും. ഈജിപ്തുകാരാണ് ആദ്യമായി മേക്കപ്പ് കണ്ടുപിടിച്ചത്. അവരുടെ ചില സാങ്കേതിക വിദ്യകളും മറ്റും ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന രീതിയുമായി സാമ്യമുള്ളതാണ്. മേക്കപ്പിന്റെ ഷെൽഫ് ലൈഫ് ആയുസ് ഏതാനും മാസങ്ങളോ വർഷങ്ങളോ ആണ്. ഈ രീതികളൊക്കെ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് തന്നെ പിന്തുടർന്നവരാണ് ഈജിപ്തുകാർ. സമ്പന്നരായ ഈജിപ്തുകാർ അവരുടെ ചർമ്മം സംരക്ഷിക്കാനായി പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു. ചർമ്മം വൃത്തിയാക്കാൻ ഉപ്പ്, ചർമ്മത്തിന് ഈർപ്പം നൽകാനും പോഷിപ്പിക്കാനും ഫേസ് മാസ്കുകൾ, പാലും തേനും ചേർത്തുള്ള കുളി, അനാവശ്യ രോമങ്ങൾ നീക്കം ചെയ്യാനുള്ള ഷുഗറിംഗ് ടെക്നിക്ക്, ഇതൊക്കെ കാലങ്ങൾക്ക് മുൻപേ ഇവർ ഉപയോഗിച്ചിരുന്നു. പുരാതന ഈജിപ്തുകാർ ഉപയോഗിച്ചിരുന്ന പ്രധാന ഉൽപ്പന്നങ്ങൾ പച്ച ഐഷാഡോ, കറുത്ത ഐലൈനർ, ചുവന്ന ലിപ്സ്റ്റിക് എന്നിവയ്ക്ക് സമാനമായിരുന്നു. മലാക്ക ഇടുന്ന പച്ച ധാതു മൃഗക്കൊഴുപ്പുമായി കലർത്തിയാണ് ഐഷാഡോ നിർമ്മിച്ചത്. ഐഷാഡോയ്ക്ക് ശേഷം പിന്നീട് അവർ ഉപയോഗിച്ചത് ഐലൈനർ ആയിരുന്നു. മൃഗക്കൊഴുപ്പുമായി കളിമൺ പിഗ്മെന്റ് കലർത്തിയാണ് ചുവന്ന ലിപ്സ്റ്റിക് ഉണ്ടാക്കിയത്. ഈ ലിപ്സ്റ്റിക് തന്നെ കവിളിൽ ബ്ലഷായും ഉപയോഗിച്ചിരുന്നു. ഈജിപ്ഷ്യൻ ശവകുടീരങ്ങളിൽ നിന്ന് ചില മേക്കപ്പ് ഉപകരണങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. പുരാതന ഗ്രീക്കുകാർക്കും മേക്കപ്പിനോട് വലിയ താല്പര്യമായിരുന്നു. അവർ ഈജിപ്തുകാരുടെ ചില ആശയങ്ങളൊക്കെ സ്വീകരിച്ചിരുന്നു. കോസ്മെറ്റിക്ക എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് കോസ്മെറ്റിക് എന്ന വാക്ക് തന്നെ ഉണ്ടാകുന്നത്. പുരാതന ഗ്രീക്കുകാർ ഇളം നിറത്തിലുള്ള ചർമ്മമാണ് സൗന്ദര്യം എന്ന് കരുതി ചർമ്മത്തിന്റെ നിറത്തിന് വൈറ്റ്നറുകൾ ഉപയോഗിച്ചിരുന്നു. ഈജിപ്തുകാരെ പോലെ തന്നെ കണ്ണുകൾ സുന്ദരമാക്കാൻ ഐലൈനറുകളും ഇവർ ഉപയോഗിച്ചിരുന്നു. ഒലിവ് ഓയിലും കരിയും ഉപയോഗിച്ച് നിർമ്മിച്ച ഉൽപ്പന്നമാണ് കണ്ണിന്റെ ഭംഗിക്കായി ഇവർ ഉപയോഗിച്ചിരുന്നത്.